ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ ക്ലാസ് നമുക്ക് ഇന്നിവിടെ കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് പോർഷനാണ് ഗ്രാൻഡ് യൂണിഫൈഡ് തിയറീസ് എന്ന് പറയുന്നത്. അപ്പം അവസാനം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതെല്ലാം ഒന്നും വീണ്ടും പറയുന്നില്ല, എങ്കിലും എലിമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ എലിമെൻ്ററി പാർട്ടിക്കിൾസിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ദി ഫസ്റ്റ് വൺ വാസ് ഫെർമിയോൺസ് ആൻഡ് ദി സെക്കൻഡ് വൺ വാസ് ബോസോൺസ്. ഫെർമിയോൺസിനെ നമ്മൾ വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്തു, ലെപ്റ്റോൺസും അതുപോലെ തന്നെ ബാരിയോൺസും. ഇപ്പം ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ, ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസ്. ബോസോൺസ് എന്ന് പറയുന്നത് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന ഇൻ്റഗ്രൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ബോസോൺസ് എന്ന് പറയുന്നത്. ബോസോൺസിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, മെസോൺസ് അതുപോലെ തന്നെ ഫീൽഡ് ബോസോൺസ്. ഈ ഓരോ കാറ്റഗറിയിലും വരുന്ന പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ലെപ്റ്റോൺ ഫാമിലിയിൽ നമ്മൾ വീണ്ടും 3 സബ് ഫാമിലി പറഞ്ഞിരുന്നു: ഇലക്ട്രോൺ ഫാമിലി, മ്യൂൺ ഫാമിലി, ടോ ഫാമിലി. അപ്പോൾ ഇലക്ട്രോൺ ഫാമിലിയിൽ ഇലക്ട്രോണും കറസ്പോണ്ടിങ് ന്യൂട്രിനോ ഉണ്ട്, മ്യൂൺ ഫാമിലി മ്യൂൺ കറസ്പോണ്ടിങ് ന്യൂട്രിനോ, ടോ ഫാമിലിയിൽ ടോ പാർട്ടിക്കിളും കറസ്പോണ്ടിങ് ന്യൂട്രിനോയും. അപ്പോൾ ഈ ഒരു ഫാമിലിയിൽ അപ്പം 6 പാർട്ടിക്കിൾസ് വരും. ഇതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റി പാർട്ടിക്കിൾസും കൂടി വരുമ്പോഴത്തേക്ക് 6 ആൻറ്റി പാർട്ടിക്കിൾസും ഉണ്ട്. ബാരിയോൺസിനെ നമ്മൾ ന്യൂക്ലിയോൺസ് എന്നും അതുപോലെ തന്നെ ഹൈപ്രോൺസ് എന്നും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പം ബാരിയോൺസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ ഇതിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, 100 കണക്കിന് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ കുറേയധികം പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. പിന്നീട് നമ്മൾ അതിനുശേഷം നമ്മൾ പറഞ്ഞത് മെസോൺസ് ആണ്. അപ്പം മെസോൺസിലാണെങ്കിൽ ഒരുപാട് മെസോൺസ് ഉണ്ട്. അതിൽ ചില മെസോൺസിൻ്റെയൊക്കെ നമ്മൾ ഫോർ എക്സാമ്പിൾ പൈ 1, പൈ പ്ലസ്, പൈ 0, പൈ മൈനസ്, അല്ലെങ്കിൽ കെ പ്ലസ്, കെ 0, കെ മൈനസ്, കെ 0 ബാർ, അല്ലെങ്കിൽ റോ 0, ഒമേഗ മൈനസ് ഐ, ഇങ്ങനെ കുറേയധികം പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞിരുന്നു. ഫീൽഡ് ബോസോൺസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻ്റെ കേസിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഫീൽഡ് ബോസോൺസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാരിയോൺസിനെയും മെസോൺസിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഹാഡ്രോൺസ് എന്നും പറഞ്ഞിരുന്നു. ഹാഡ്രോൺസ്, ബാരിയോൺസ് പ്ലസ് മെസോൺസ് ആർ ടുഗദർ കോൾഡ് ഹാഡ്രോൺസ്. അപ്പോൾ ഈ പറഞ്ഞ ഇത് ഇത്രയും എലിമെൻ്ററി പാർട്ടിക്കിളിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇതിൽ ട്രൂലി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ലെപ്റ്റോൺസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. കാരണം എന്തില്ല, ഇതിനൊരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉള്ളതായിട്ട് നമുക്ക് അറിവില്ല. പക്ഷേ ബാരിയോൺസിലേക്കും മെസോൺസിലേക്കും വരുമ്പോഴേക്കും ബാരിയോൺസ് എന്ന് പറയുന്നത് 3 കോർ കോമ്പിനേഷനാണ്, മെസോൺസ് എന്ന് പറയുന്നത് ക്വാർക്ക് ആൻറ്റി കോർ കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ബാരിയോൺസിനും മെസോൺസിനും ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ശേഷം ക്വാർക്സിലേക്ക് വന്നു. അപ്പം ക്വാർക്സ് എന്ന് പറയുന്നത് അവിടെയും നമ്മൾ പറഞ്ഞു 6 ടൈപ്സ് ഓഫ് ക്വാർക്സ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു: അപ്പ് ക്വാർക്ക്, ഡൗൺ, ചാം സ്ട്രേഞ്ച്, ടോപ്പ്, ബോട്ടം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റി ക്വാർക്കുകളുമുണ്ട്. ഇതിൽ അപ്പ് ക്വാർക്കിൻ്റെയും ചാം ക്വാർക്കിൻ്റെയും ടോപ്പ് ക്വാർക്കിൻ്റെയും ചാർജ് +2/3 ആണ്. ഡൗൺ ക്വാർക്കിൻ്റെയും സ്ട്രേഞ്ച് ക്വാർക്കിൻ്റെയും ബോട്ടം ക്വാർക്കിൻ്റെയും ചാർജ് എന്ന് പറയുന്നത് -1/3 ആണ്. ഇവയുടെ ബാക്കി പ്രോപ്പർട്ടീസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫീൽഡ് ബോസോൺസിൻ്റെ കേസിൽ നമ്മൾ 4 ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻ ഉണ്ട്. ഗ്രാവിറ്റേഷൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾസ് ഇൻട്രാക്ട് ചെയ്യുന്ന എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾ ഗ്രാവിറ്റോൺ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ ഫോട്ടോൺ ആണ്. വീക്ക് ഫോഴ്സ് ആണെങ്കിൽ W+or- അല്ലെങ്കിൽ Z0 ബോസോൺസ് ആണ്. പിന്നീട് സ്ട്രോങ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ ഗ്ലൂവോൺസ് ആണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എലിമെൻ്ററി പാർട്ടിക്കിൾസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് യൂണിഫൈഡ് തിയറീസിലേക്ക് വരാം. അപ്പം അതിനുമുമ്പ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇത് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇതിൽ പലതും റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഇലക്ട്രോവീക്ക് തിയറിയൊക്കെ ആണെങ്കിൽ 1970s ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി എന്ന് പറയുന്നത് ഇപ്പോഴും അതിൽ റിസർച്ച് വർക്കൊക്കെ നടക്കുന്ന ഒരു ഏരിയ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മാത്തമെറ്റിക്കൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ് ഈ തിയറീസ് എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു തിയററ്റിക്കൽ ഫിസിസ്റ്റ് ഒന്നും അല്ല. ഈ ഏരിയയിൽ വലിയ പരിമിതമായ അറിവ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ കൂടുതൽ കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുവാൻ ഉള്ള ഒരു അറിവ് എനിക്കുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇലക്ട്രോവീക്ക് തിയറിയാണ്. അപ്പം ഇലക്ട്രോവീക്ക് തിയറി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസത്തെയും രണ്ടായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്.
പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലായി നമുക്ക് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് ബ്രാഞ്ചസ് അല്ല. നിങ്ങൾക്ക് മൂവിങ് ചാർജസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത് പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും ഇൻഡിപെൻഡൻ്റ് എന്നുള്ള രണ്ട് ബ്രാഞ്ചിൽ നിന്ന് മാറി നമ്മളെ കമ്പൈൻ ചെയ്ത് ഒറ്റ ഫോഴ്സ്, ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറിയിൽ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെയും വീക്ക് ഫോഴ്സിനെയും കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഫോഴ്സായിട്ട് പറയാൻ കഴിയുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ റിസർച്ച് വർക്കുകൾ കൊണ്ടുപോയ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് വീൻബെർഗും സലാമും. അപ്പോൾ ഇവരാണ് ഈ ഒരു മോഡൽ മുമ്പോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോ വീക്ക് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെയും വീക്ക് ഫോഴ്സിനെയും രണ്ട് സെപ്പറേറ്റ് ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്യാതെ ഇവയെ നമുക്കൊരു സിംഗിൾ ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. So Weinberg and Salam tried to combine the electromagnetic and the weak forces into a single theoretical framework. So according to the electroweak theory, at very high energy, the weak and electromagnetic forces become completely equivalent. സാധാരണ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെയും വീക്ക് ഫോഴ്സിനെയും രണ്ട് സെപ്പറേറ്റ് ഫോഴ്സായിട്ട് തന്നെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾ ഫോട്ടോൺസ് ആണ്. ഫോട്ടോൺസ് എന്ന് പറയുന്നത് മാസ് സീറോയുള്ള ന്യൂട്രലായിട്ടുള്ള പാർട്ടിക്കിളാണ്. പക്ഷേ ബീറ്റ ഡി കെ പോലുള്ള വീക്ക് ഫോഴ്സിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്കും നമ്മളുടെ ഇവിടെ മീഡിയേറ്റിംഗ് പാർട്ടിക്കിളായിട്ട് നമ്മൾ കാണുന്നത് W+or- അല്ലെങ്കിൽ Z0 ബോസോൺസിനെയാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ ഈ W+or- അല്ലെങ്കിൽ Z0 ബോസോൺസിൻ്റെ പ്രത്യേകത, ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മാസുള്ള പാർട്ടിക്കിളാണ്. ഏകദേശം ഒരു 80-90 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് മാസുള്ള പാർട്ടിക്കിൾസാണ് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ ഇൻട്രാക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഈ 4 ഇൻട്രാക്ഷൻ്റെ കേസിൽ ഹെവി മാസുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന മാസുള്ള എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വീക്ക് ഫോഴ്സിൽ മാത്രമാണ് വരുന്നത്. അതായത് W+or- അല്ലെങ്കിൽ Z0. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് ഫോഴ്സിനെയും നമ്മൾ ഓർഡിനറി സെൻസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴേക്കും ഇത് രണ്ട് സെപ്പറേറ്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എപ്പോഴാണ് നമുക്ക് ഈ രണ്ട് ഫോഴ്സും ഈക്വലൻ്റ് ആവുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഓർഡിനറി നിങ്ങൾ യൂഷ്വൽ ആയിട്ടുള്ളൊരു എനർജി വെച്ച് നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും ഇവ രണ്ട് സെപ്പറേറ്റ് തന്നെയാണ്. നമുക്ക് അതിനെ ഒരു സിംഗിൾ ഫോഴ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ പ്രപ്പോസ് ചെയ്യുന്ന ഒരു തിയറി എന്ന് പറഞ്ഞാൽ ദി പ്യുവർ ഇലക്ട്രോ വീക്ക് ഫോഴ്സ് വുഡ് ബി, നമ്മളങ്ങനെ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രോ വീക്ക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഹൈ എനർജിയിലേക്ക് പോകുമ്പോഴേക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെയും വീക്ക് ഫോഴ്സ് എന്നുള്ള രണ്ട് സെപ്പറേറ്റ് ഐഡന്റിറ്റിയുടെ ആവശ്യമില്ല. നമുക്ക് ഒരു സിംഗിൾ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ള ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇവിടുത്തെ കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റ് വെരി ഹൈ എനർജി. അപ്പോൾ ലോ എനർജിയിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഫോഴ്സിന് രണ്ടായിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അറ്റ് വെരി ഹൈ എനർജി you can treat electromagnetic force and weak force as a single entity, that is electro weak force. ആ ഇലക്ട്രോ വീക്ക് ഫോഴ്സിന്റെ കേസിൽ അപ്പോൾ മീഡിയേറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ 4 പാർട്ടിക്കിൾസ് ആണ് ഇവിടെ മീഡിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ മീഡിയേറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾസിന്റെ എല്ലാം പ്രത്യേകത ഇവയെല്ലാം മാസ് 0 ആണ്, മാസ്ലെസ് പാർട്ടിക്കിളാണ്. പക്ഷേ ഇവരെല്ലാം സ്പിൻ എന്ന് പറയുന്നത് സ്പിൻ 1 ആണ്. അപ്പോൾ നമ്മൾ ഫണ്ടമെന്റൽ ഇൻട്രാക്ഷൻ പറഞ്ഞപ്പോഴേക്കും, നമ്മൾ 4 ഇൻട്രാക്ഷൻ പറഞ്ഞപ്പോഴേക്കും അവിടെ സ്ട്രോങ് ഫോഴ്സിൻ്റെ കേസിലുള്ള ഗ്ലൂവോൺ ആണെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസിലുള്ള ഫോട്ടോൺ ആണെങ്കിലും വീക്ക് ഫോഴ്സിൻ്റെ കേസിലുള്ള W+or- അല്ലെങ്കിൽ Z0 പാർട്ടിക്കിൾ ആണെങ്കിൽ ഇവരെല്ലാം സ്പിൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഗ്രാവിറ്റിയുടെ കേസിലാണ് നമ്മൾ അതിൻ്റെ സ്പിൻ വാല്യൂ 2 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ വീക്ക് ഫോഴ്സ് പറയുമ്പോഴും ഇവിടെയും മീഡിയേറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിളിൻ്റെ സ്പിൻ 1 ആണ്. പക്ഷേ ഈ മീഡിയേറ്റ് ചെയ്യുന്ന 4 പാർട്ടിക്കിൾസിൻ്റെയും പ്രത്യേകത ഇത് മാസ്ലെസ് പാർട്ടിക്കിളാണ്. അതായത് ഒരു ട്രിപ്ലെറ്റ് എന്ന് പറയുമ്പോഴേക്കും അതിലൊരു +1 ചാർജുള്ള ഒരു മീഡിയേറ്റർ വരുന്നു, ഒരു 0 ചാർജുള്ള മീഡിയേറ്റർ വരുന്നു, ഒരു -1 ചാർജുള്ള മീഡിയേറ്റർ വരുന്നു. അതുപോലെ തന്നെ ഒരു സിംഗ്ലറ്റ്, അതെന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്, ചാർജിലെസ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോ വീക്ക് ഫോഴ്സിനുള്ളത്. നമ്മൾ സ്ട്രോങ് ഫോഴ്സിന് ഒരു മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾ ഗ്ലൂവോൺ പറഞ്ഞതുപോലെ, ഗ്രാവിറ്റേഷൻ്റെ കേസിൽ ഒരു മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾ ഗ്രാവിറ്റോൺ പറഞ്ഞതുപോലെ, വീക്ക് ഫോഴ്സിൻ്റെ കേസിൽ 3 മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾ W+or- Z0 പറഞ്ഞതുപോലെ, ഇലക്ട്രോ വീക്ക് ഫോഴ്സിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് ആണ് 4 മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇവിടെ പ്രത്യേകത ദീസ് പാർട്ടിക്കിൾസ് ആർ മാസ്ലെസ് ആൻഡ് സ്പിൻ 1 പാർട്ടിക്കിൾസ് ആൻഡ് ദർ ഇസ് എ ട്രിപ്ലെറ്റ് ആൻഡ് എ സിംഗ്ലെറ്റ്. അപ്പോൾ ഇനി നമ്മൾ ലോവർ എനർജിയിലേക്ക് പോകുമ്പോഴേക്ക് സംഭവിക്കുന്നത് ദി സിമട്രി ബിറ്റ്വീൻ വീക്ക് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ബ്രോക്കൺ and 3 of the 4 exchanged particles lost their massless character to become the weak bosons W+or- and Z0. The fourth particle remains massless and is the ordinary photon of electromagnetism. നമ്മൾ ലോവർ എനർജിയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ 4 മാസ്ലെസ് പാർട്ടിക്കിൾസിന് വരുന്ന പ്രത്യേകത ഇതിലൊരു സിമട്രി ബ്രേക്കിംഗ് ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ട്
ഈ 4 പാർട്ടിക്കിളിൽ 3 പാർട്ടിക്കിൾസ് മാസ് അക്യൂർ ചെയ്യുന്നു. പക്ഷെ ഒരു പാർട്ടിക്കിൾ മാസ്ലെസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ആ മാസ്ലെസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന മീഡിയേറ്റിംഗ് പാർട്ടിക്കിളാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ആ ഫോട്ടോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ കേസിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിളാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിളാണ്. അതേസമയം 3 മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ അതൊരു മാസ് അക്യൂർ ചെയ്യുന്നു. ആ പാർട്ടിക്കിളിനെയാണ് നമ്മൾ W+or- അല്ലെങ്കിൽ Z0 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വീൻബർഗും സലാം മുന്നോട്ട് വെക്കുന്ന ഇലക്ട്രോ വീക്ക് തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ഹൈ എനർജിയിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെയും വീക്ക് ഫോഴ്സിനെയും ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അവിടെ 4 മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് ഉണ്ട്. 4 മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ അതിൻ്റെ സ്പിൻ 1 ആണ്, അത് മാസ്ലെസ് പാർട്ടിക്കിളാണ്. പക്ഷെ ലോവർ എനർജിയിലേക്ക് വരുമ്പോഴേക്കും സിമെട്രി ബ്രേക്കിങ്ങിൻ്റെ ഫലമായിട്ട് മാസ് ഉള്ള 3 പാർട്ടിക്കിൾസും മാസ് ഇല്ലാത്തൊരു പാർട്ടിക്കിൾസും ഉണ്ടാകുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും വീക്ക് ഫോഴ്സും പറയാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇലക്ട്രോ വീക്ക് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ ബീറ്റ ഡി കെ, അതായത് ഫെർമി തിയറി ഓഫ് ബീറ്റ ഡി കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പം ഫെർമി തിയറി ഓഫ് ബീറ്റ ഡി കെ പഠിച്ചപ്പോഴേക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ള ചില ഇക്വേഷൻസ് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ ഫെർമി തിയറി ഓഫ് ബീറ്റ ഡി കെ പഠിച്ചപ്പോഴേക്കും നിങ്ങളൊരു ഇൻട്രാക്ഷൻ്റെ കേസിൽ അതിൻ്റെ സ്ട്രെങ്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നൊരു കോൺസ്റ്റൻറ്റ് ജി കണക്ട് ചെയ്യുന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു വീക്ക് ഫോഴ്സ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കേസിലുള്ള ഇൻട്രാക്ഷൻ സ്ട്രെങ്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ജിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയത് 0.88 ഇൻറ്റു സം 10⁻⁻⁴ മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഫെംറ്റോമീറ്റർ ക്യൂബാണ്. അപ്പോൾ നിങ്ങൾ ഫെർമി തിയറി ഓഫ് ബീറ്റ ഡി കെ ഒന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നിങ്ങൾക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ബീറ്റ ഡി കെയുടെ കേസിലുള്ള ഇൻട്രാക്ഷൻ സ്ട്രെങ്തിൻ്റെ ഒരു പാരാമീറ്ററാണ് നമ്മൾ ജി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ കുറേയും കൂടി ഒരു ഫണ്ടമെന്റൽ കോൺസ്റ്റന്റിലേക്ക് കൊണ്ടുവരുന്നത്, അതായത് ബാക്കിയുള്ള ഇൻട്രാക്ഷനുമായിട്ട് കേസിൽ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ 2 ക്വാണ്ടിറ്റി കമ്പയർ ചെയ്യണമെങ്കിൽ 2 സെയിം യൂണിറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വാണ്ടിറ്റീസിനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഈ ജിയെ ഒരു യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ജി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ്ലെസ് കോൺസ്റ്റന്റ്. കാരണം അങ്ങനെ കൊണ്ടുപോകുന്ന കാര്യം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വീക്ക് ഫോഴ്സിന്റെ കേസിൽ ഉള്ള ജിയുടെ വാല്യൂ അറിയാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിന്റെ കേസിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ 2 ക്വാണ്ടിറ്റീസും അതിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പഠിക്കുമ്പോഴേക്കും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ്റെ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി നമ്മളതിനെ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് ആൽഫ എന്നാണ് പറയുന്നത്. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു E² 4πε0 h×c ആണ്. ഇതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഒരു ആൽഫ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീക്ക് ഫോഴ്സിൻ്റെ കേസിലും നമ്മൾ അത്തരത്തിലുള്ള ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഫോഴ്സുകളെ ഇതിൻ്റെ സ്ട്രെങ്തിനെ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും. ഇത് നോക്കിയത് മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇത് എനർജിയുടെ യൂണിറ്റ് ആണല്ലേ, ജൂൾ. എനർജി എന്ന് പറഞ്ഞാൽ ജൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പം എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mLT⁻² ആണ്. അതിലിവിടെ ഒരു ഫെംറ്റോമീറ്റർ ക്യൂബ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഡയമെൻഷൻ എടുക്കുമ്പോഴേക്ക് ഇത് L³ കിട്ടും. അതായത് നിങ്ങൾ ഈ ഒരു ജിയുടെ ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് mL⁵5T⁻² ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുന്നത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയിലേക്ക് ഒരു കോൺസ്റ്റന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഫെർമി തിയറി ബീറ്റ ഡിക്ക് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സം G ഇൻറ്റു m²c/h×³ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡയമെൻഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എമ്മിൻ്റെയും സിയുടെയും H×ൻ്റെയും ഒക്കെ ഡയമെൻഷൻ എഴുതി നോക്കുമ്പോഴേക്കും ഈ ഡയമെൻഷൻസ് എല്ലാം ക്യാൻസൽ ആയി പോകും. അതായത് G എന്ന് പറയുന്നൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, കാരണം ഇവിടെ നമ്മൾ യൂണിറ്റ്ലെസ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് വരുവാണെങ്കിൽ അതിനെ നമുക്കിവിടെ ട്രീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൂടി നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 4√2 G m²c/h×³ ആണ്. അപ്പോൾ ഇതാണ് നമ്മളൊരു ബീറ്റ ഡി കെയുടെ കേസിലാണെങ്കിൽ ഒരു വീക്ക് ഡി കെ പറയുമ്പോഴേക്കുമുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു
ഇൻട്രാക്ഷൻ സ്ട്രെങ്തിൻ്റെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനെ വേണമെങ്കിൽ ഒന്നുകൂടി മോഡിഫൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ m²c ആണ്, നമുക്കറിയാം mc² എന്ന് പറയുന്നത് എനർജിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു എനർജിയുടെ ടേം എന്നുള്ള രീതിയിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം, mc²². അപ്പോൾ ഇവിടെ m² ഉണ്ട്, c⁴ വരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു h×c³ കൊണ്ടുകൂടി ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ പല ടെക്സ്റ്റിലും പല തരത്തിലായിരിക്കും ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കാണുന്നത്. ചില കേസിൽ നമ്മളിപ്പോൾ ഇതിനെ m²c⁴ ഡിവൈഡ് ബൈ h×c³ ഇതെല്ലാം സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ പല രീതിയിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു വീക്ക് ഫോഴ്സിൻ്റെ കേസിൽ നമുക്കൊരു അതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ്റെ കേസിലൊരു പാരാമീറ്റർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസിൽ നിങ്ങൾ എങ്ങനെയാണോ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ജിയുടെ വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക് ഫോഴ്സിൻ്റെ കേസിലുള്ള അതിൻ്റെ സ്ട്രെങ്ത് പാരാമീറ്റർ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്ത ജി എന്ന് പറയുന്നത്. അപ്പം ജിയുടെ വാല്യൂ 4√2g m²c⁴ ബൈ h×³ c³ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഈ പ്രപ്പോസ് ചെയ്ത വീൻബർഗ് സലാം മോഡൽ പ്രകാരം നമുക്ക് ഈ ഒരു ജിയുടെ വാല്യൂ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ഡയമെൻഷൻലെസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്ട്രെങ്ത്. അതായത് നമ്മൾ ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്ട്രെങ്തിന്റെ പാരാമീറ്റർ നമ്മൾ ആൽഫയാണ് പറയുന്നത് അല്ലേ, ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ്. അപ്പം വീൻബർഗ് സലാം മോഡൽ പ്രകാരം ഈ ജിയും അതായത് വീക്ക് ഡീകേ ഫോഴ്സിന്റെ കേസിലുള്ള സ്ട്രെങ്ത് പാരാമീറ്ററും അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ കേസിലുള്ള സ്ട്രെങ്ത് പാരാമീറ്റർ. കാരണം നമ്മൾ ഇലക്ട്രോ വീക്ക് തിയറി നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് വീക്ക് ഫോഴ്സിനെയും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് പറയുന്ന വീൻബർഗ് സലാം മോഡലിൽ ഈ രണ്ട് പാരാമീറ്ററും തമ്മിലുള്ള ഒരു റിലേഷൻ ആയിരിക്കും നമുക്ക് എന്തായാലും ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് ജി sin²θw = 4πα ആണ്. ഇതിൽ ജി എന്ന് പറയുന്നത് വീക്ക് ഫോഴ്സിന്റെ കേസിലുള്ള ഒരു സ്ട്രെങ്തിന്റെ പാരാമീറ്റർ ആണ്. ആൽഫ എന്ന് പറയുന്നത് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ കേസിലുള്ള സ്ട്രെങ്തിന്റെ പാരാമീറ്റർ ആണ്. ഇത് രണ്ടും യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റീസ് ആണ്. θw is called the Weinberg angle. അപ്പോൾ നമുക്ക് പല എക്സ്പെരിമെന്റലായിട്ട് നമുക്ക് ഈ ഒരു വീൻബർഗ് ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എക്സ്പെരിമെന്റലായിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ 0.23 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ആക്യുറസിയാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്, +or-1 എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും sin²θw അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആൽഫ എന്ന് പറയുന്നത് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് ആണ്. ഇത് നമുക്ക് ഇത് നമ്മൾ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി ക്വാണ്ടിറ്റീസ് എല്ലാം അറിയാം. നമുക്ക് അതിൽ നിന്ന് ഏതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ ജി ഈ ഒരു വീക്ക് ഫോഴ്സിന്റെ കേസുള്ള അതിന്റെ സ്ട്രെങ്തിന്റെ പാരാമീറ്റർ ജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.399 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് വരും, ഈ ഒരു ഇക്വേഷനിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ നമുക്കുള്ളത് ഒന്ന് ജിയുടെ ജി അറിയണം, പിന്നെ ഇവിടെ ഒരു എം ഉണ്ട്. അപ്പോൾ എം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ പർട്ടിക്കുലർ കേസിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിളാണ് എം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മിയോണിന്റെ ഡീകെ അല്ലെങ്കിൽ ന്യൂട്രോണിന്റെ ഡീകെ ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും നമ്മളവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് W+or- പാർട്ടിക്കിൾ ആണെങ്കിൽ ആ W+or- മാസ് ആണ് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബീറ്റ ഡീക്കയുടെ കേസിൽ നമ്മൾ ഈ ജിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജിയുടെ വാല്യൂ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീൻബർഗ് സലാം മോഡൽ വെച്ചിട്ട് നമ്മൾ ക്യാപിറ്റൽ ജിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് വെച്ചുകൊണ്ട് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിളിന്റെ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന മാസ് എന്ന് പറയുന്നത് W+or- പാർട്ടിക്കിൾ ആണെങ്കിൽ W+or- പാർട്ടിക്കിൾ അതിന്റെ മാസ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 78 GeV ആണ്. അതല്ല നിങ്ങൾ Z0 പാർട്ടിക്കിളിന്റെ മാസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 89 GeV ആണ്. അപ്പോൾ ഈ ഒരു മാസ് എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ഈ പറഞ്ഞ W+or- അല്ലെങ്കിൽ Z0 പാർട്ടിക്കിളിനെ നമ്മൾ ഹൈ എനർജി ആക്സിലറേറ്റർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ മാസുമായിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോഴേക്കും ഈ മാസ് എന്ന് പറയുന്നത് കമ്പയറബിൾ ആണ്. ദി എക്സ്പെരിമെന്റ്സ് ടു സെർച്ച് ഫോർ ദി വീക്ക് ബോസോൺസ് വെയർ സക്സസ്ഫുൾ ആൻഡ് ദി റെഡ്യൂസ്ഡ് മാസസ് വെയർ സം 80.8 GeV ആൻഡ് 92.9 GeV. അപ്പോൾ എക്സ്പെരിമെന്റലായിട്ട് നമ്മൾ ഈ പാർട്ടിക്കിൾസിന്റെ മാസ് നമ്മൾ മെഷർ ചെയ്തേക്കുന്നത് 80.8 92.9 അപ്പോൾ വീൻബർഗ് സലാം മോഡൽ വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ എന്ന് പറയുന്നത് W+or- മാസ് 78 അതുപോലെ തന്നെ Z0 പാർട്ടിക്കിളിന്റെ മാസ് 89 GeV ഇതെന്ന് പറയുന്നത് ആൾമോസ്റ്റ് കമ്പയറബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീൻബർഗ് സലാം മോഡൽ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീൻബർഗിനും സലാം ആൻഡ് ദി കോഡലോഗ്രസ് ഗ്ലാസോ were honored with the 1979 നോബൽ പ്രൈസ്. അപ്പോൾ ഈ 1979 ഫിസിക്സിന്റെ നോബൽ പ്രൈസ് അവർക്ക് കിട്ടുകയും ചെയ്തു ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറി ഡെവലപ്പ് ചെയ്തത്. ഇതാണ് ഇലക്ട്രോ വീക്ക് തിയറി.
അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് യൂണിഫൈഡ് തിയറീസ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അതായത് നമ്മളുടെ ഫണ്ടമെന്റൽ ഇൻട്രാക്ഷൻസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും വീക്ക് ഫോഴ്സും സ്ട്രോങ് ഫോഴ്സും ഉണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ ഈ ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറീസിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെയും വീക്ക് ഫോഴ്സിനെയും നമ്മൾ കമ്പൈൻ ചെയ്ത് ഒറ്റ ഫോഴ്സാക്കി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റി. ഇലക്ട്രോ വീക്ക് തിയറിയും സക്സസ്ഫുൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതായത് ഈ 3 ഫോഴ്സും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വെറുതെ ഈ 3 ഫോഴ്സും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് റാൻഡമായിട്ട് അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോയതല്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ലെപ്റ്റോൺസ് പറഞ്ഞപ്പോഴേക്കും നമ്മൾ ഏതൊക്കെയാണ് ലെപ്റ്റോൺസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഞാൻ പാർട്ടിക്കിൾ മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, കറസ്പോണ്ടിങ് ന്യൂട്രിനോ ഉണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞ മിയോൺ കറസ്പോണ്ടിങ് ന്യൂട്രിനോ. പിന്നീട് നമ്മൾ പറഞ്ഞ ടോപ്പ് പാർട്ടിക്കിൾ കറസ്പോണ്ടിങ് ന്യൂട്രിനോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചാർജ് ആണെങ്കിൽ ഇത് -1 ആണ് ചാർജ്. ന്യൂട്രിനോ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ പാർട്ടിക്കിളാണ്. ഇനി ഇത് നമ്മൾ പറഞ്ഞ ചാർജാണ്. അല്ല നിങ്ങൾ സ്പിൻ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാ സ്പിൻ എത്രയാണ്? 1/2 സ്പിനുള്ള പാർട്ടിക്കിൾസ് ആണ് ഇതെല്ലാം. അതിൽ നമ്മളിവിടെ 3 സബ് ഫാമിലി പറഞ്ഞു. ഒന്ന് ഇലക്ട്രോൺ ഫാമിലി നമ്മൾ പറഞ്ഞു, അടുത്ത് നമ്മൾ മിയോൺ ഫാമിലി പറഞ്ഞു, അടുത്ത് നമ്മൾ ടോപ്പ് ഫാമിലി പറഞ്ഞു. ഇതുപോലെ നമ്മൾ അടുത്ത ക്വാർക്കുകളിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ പറഞ്ഞത് അപ്പ് ക്വാർക്ക്, ഡൗൺ, ചാം, സ്ട്രേഞ്ച്, ടോപ്പ്, ബോട്ടം. ഇവിടെ നിങ്ങൾ ചാർജ് പറയുമ്പോഴേക്കും ഇത് +2/3 -1/3 +2/3 -1/3 +2/3 -1/3. ഇതെല്ലാം നിങ്ങൾ സ്പിൻ പറയുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാ സ്പിൻ എത്ര തന്നെയാണ്? 1/2 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ രണ്ടിനെയും കൂടെ ഒരു ക്ലബ് ചെയ്യാം. അതുപോലെ ചാം, സ്ട്രേഞ്ച്, ടോപ്പ്, ബോട്ടം. ഇവിടെ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും ഈ രണ്ട്. ഇതിൻ്റെ കാരണം വെച്ചാൽ നിങ്ങൾ ഈ 2 പാർട്ടിക്കിൾസ് തമ്മിലുള്ള ചാർജ് ഡിഫറൻസ് നോക്കിയാൽ ഇതിൻ്റെ മേൽ ചാർജ് ഡിഫറൻസ് +2/3 -1/3 ആണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് യൂണിറ്റ് ചാർജ് ഡിഫറൻസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും ഇവ തമ്മിലുള്ള ചാർജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ +2/3 -1/3 ദാറ്റ് ഈസ് +2/3 +1/3, അതായത് +1 ആണ്. ഇവിടെ നിങ്ങൾ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്നത് യൂണിറ്റ് ചാർജ് ഡിഫറൻസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കി ഇലക്ട്രോൺസിന്റെ കേസിലും ഒരു ഇലക്ട്രോൺ ഫാമിലിയിലുള്ള ഇലക്ട്രോണും മിയോണും കറസ്പോണ്ടിങ് ന്യൂട്രൺ നോക്കുമ്പോഴേക്കും ഇവ തമ്മിലുള്ള ചാർജ് ഡിഫറൻസ് യൂണിറ്റ് ഡിഫറൻസ് തന്നെയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെയും ഡിഫറൻസ് യൂണിറ്റ് ചാർജ് ഡിഫറൻസ് തന്നെയാണ്. ഇവിടെയും യൂണിറ്റ് ചാർജ് ഡിഫറൻസ് തന്നെയാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അപ്പോൾ നമ്മൾ പറഞ്ഞ 2 ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് ആണ് നമ്മൾ പറഞ്ഞത്, ലെപ്റ്റോൺസും ക്വാർക്സും. നിങ്ങൾ യൂണിവേഴ്സിലുള്ള ഏത് മാറ്റർ ഒബ്സർവ് ചെയ്താലും അവയുടെ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ലെപ്റ്റോൺസ് അല്ലെങ്കിൽ ക്വാർക്സ് ആണ്. പക്ഷേ ഇവ തമ്മിൽ നമ്മൾ ചില സിമിലാരിറ്റീസ് നമ്മളോട് ഒബ്സർവ് ചെയ്യുന്നു. കാരണം ലെപ്റ്റോൺസിന്റെ എല്ലാ സ്പിൻ വാല്യൂ ഹാഫ് ആണ്, ക്വാർക്സിന്റെ കേസിലും അതിന്റെ സ്പിൻ വാല്യൂ ഹാഫ് ആണ്. ഇവിടെ നമ്മൾ 3 സബ് ഫാമിലി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും ഇതിനെയൊക്കെ കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ജനറേഷനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതായത് ഇതിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന കൺക്ലൂഷൻ എന്താണ്? ലെപ്റ്റോൺസ് ആൻഡ് ക്വാർക്സ് അപ്പിയേഴ്സ് ഇൻ 3 ജനറേഷൻസ് അല്ലേ. ഇവിടെ നമുക്ക് 3 ജനറേഷൻസ് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നു. ഇവിടെയും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 ജനറേഷൻസ് പറയാൻ പറ്റുന്നു. സോ ലെപ്റ്റോൺസ് ആൻഡ് ക്വാർക്സ് അപ്പിയേഴ്സ് ഇൻ 3 ജനറേഷൻസ് ഓഫ് ഡബ്ലറ്റ്സ്. ഓരോന്നിലും 2 മെമ്പേഴ്സ് ആണുള്ളത്. ദി ക്വസ്റ്റ്യൻ ഈസ് ദിസ് മിയർലി എ കോയിൻസിഡൻസ്? ഇത് വെറും ഒരു കോയിൻസിഡൻസ് ആണോ, ഓർ ദർ ഈസ് എ മോർ ഫണ്ടമെന്റൽ തിയറി? അപ്പോൾ ആ ഒരു ആലോചനയിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രോ വീക്ക് തിയറി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക്കിനെയും അതുപോലെ തന്നെ വീക്ക് ഫോഴ്സിനെയും കമ്പൈൻ ചെയ്തു. ഇനി നമ്മളപ്പോൾ ഇനി ഏതിനെ കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. സ്ട്രോങ് ഫോഴ്സിനെ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള തിയറി. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി പോസിബിൾ ആണോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെയും നമുക്ക് തിയററ്റിക്കലായിട്ടുള്ള അതിൻ്റെ പ്രഡിക്ഷൻസ് എന്തൊക്കെയായിരിക്കും? അതിലുള്ള എക്സ്പീരിയൻഷ്യൽ കൺഫർമേഷൻ വല്ലതും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. So the weak and electromagnetic interactions have been unified by the electroweak theory. Is it possible to unify all 3 particle interactions, that is weak, electromagnetic and strong, into a single theoretical framework? നമുക്കൊരു ഇലക്ട്രോണിൻ്റെയും പോസിട്രോണിൻ്റെയും കേസിലുള്ള ഒരു ഇൻട്രാക്ഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Let us consider the result of an electron-positron collision. ഒരു ഇലക്ട്രോണും പോസിട്രോണും. അപ്പോൾ ഇത് ഇലക്ട്രോൺ ആണ്, നിങ്ങൾ ഫെയ്മാൻഡൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പോസിട്രോൺ ആകുമ്പോഴേ ആരാമത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരച്ചു ഒരു പോസിട്രോൺ. അപ്പോൾ ഇലക്ട്രോണും പോസിട്രോണും തമ്മിലൊരു കൊളിഷൻ നടന്നാൽ എനർജി ഉണ്ടാകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഗാമയാണ്, ഫോട്ടോണാണ്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോണിൽ നിന്ന് ഇതിൻ്റെ എനർജിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇതിൽ നിന്നൊരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ വേണമെങ്കിൽ ഫോം ചെയ്യാം. അപ്പോൾ ക്വാർക്കും ആൻറ്റി ക്വാർക്ക് ആയതുകൊണ്ട് ഞാൻ ആരോ മാർക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരച്ചു. ഇതൊരു ഇലക്ട്രോൺ പോസിട്രോൺ കൊളിഷൻ്റെ കേസിലുള്ള ഒരു ഫെയ്മാൻ ഡയഗ്രാം നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാൻ പറ്റി ഇവിടുത്തെ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫോട്ടോണാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏത് ഇൻട്രാക്ഷനാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനാണ്. നമ്മൾ ഓർഡിനറി കേസിൽ നമ്മൾ യൂണിഫിക്കേഷൻ പറഞ്ഞപ്പോഴേക്കും നമ്മൾ പറഞ്ഞു, വീക്കിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു ലോ എനർജിയിൽ ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. അത് നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ കേസിൽ അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് 0.5 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് പെർ സി സ്ക്വയർ ആണ്. അപ്പം ആ ഒരു ഇലക്ട്രോണും പോസിട്രോണും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴേക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലുള്ളപ്പോഴത്തേക്കും ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് ഒരു ഫോട്ടോണെ ക്രിയേറ്റ് ചെയ്യുക പോസിബിൾ ആയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ വീക്ക് ഫോഴ്സിൻ്റെ കേസിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് W+or- അല്ലെങ്കിൽ Z0 പാർട്ടിക്കിളാണ്. അപ്പോൾ ഇത് നിങ്ങൾ സെയിം ഇൻട്രാക്ഷൻ ഇത് രണ്ടും നമ്മൾ പറഞ്ഞു ഇലക്ട്രോ വീക്ക് തിയറി വെച്ച് പറയുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ഹൈ എനർജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് രണ്ടും എന്താണ് വേണമെങ്കിൽ ഈക്വലൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ് ഹൈ എനർജിയിലേക്ക് വരുമ്പോഴേക്കും മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾ ഗാമ മാത്രമല്ല ഏതുമാകാം. നമ്മളവിടെ പറഞ്ഞു നമ്മൾ ഹൈ എനർജിയിലേക്ക് വരുമ്പോഴേക്കും ഇലക്ട്രോ വീക്ക് ഫോഴ്സിൻ്റെ കേസിൽ സ്പിൻ 1 ആയിട്ടുള്ള മാസ് 0 ആയിട്ടുള്ള ഒരു ട്രിപ്ലെറ്റും ഒരു സിംഗ്ലറ്റും ഉണ്ടെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഈ സെയിം പ്രോസസ് ഗാമ പാർട്ടിക്കിൾസിൻ്റെ പകരം ഏതിന് വെച്ച് വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ചിങ് പോസിബിളാണ്. Z0 വെച്ച് വേണമെങ്കിലും പോസിബിളാണ്. W+or- പറ്റില്ല, കാരണം അത് ന്യൂട്രൽ പാർട്ടിക്കിളാണ്. ഇവിടെ നിങ്ങൾ ഇലക്ട്രോണും പോസിട്രോണും ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പാർട്ടിക്കിളുടെ മാസ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതുകൊണ്ട് ഇതിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. Z0 പാർട്ടിക്കിളിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ. വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ ഫോം ചെയ്യാം. ഒരു ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് പെയർ. ഇതെന്ന് പറയുന്നത് ഏതാണ്? ഇത് വീക്ക് ഇൻട്രാക്ഷൻ്റെ കേസിലുള്ള ഇൻട്രാക്ഷൻ വഴിയാണ് പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലായിരിക്കണം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ പറഞ്ഞു ലോ എനർജിയുടെ കേസിൽ നമുക്ക് കൊളിഷൻ വഴി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എനർജിയൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് പാർട്ടിക്കിളിനെ മാത്രമേ എക്സ്ചേഞ്ചിങ് പോസിബിൾ ആയിട്ടുള്ളൂ? ഫോട്ടോണിനെ എക്സ്ചേഞ്ച് ചെയ്ത് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ വളരെ ഹൈ എനർജിയിലേക്ക് പോകുകയാണ്. ഫോർ എക്സാമ്പിൾ if we were to collide electrons at very high energies, let some 10⁶ giga electron volt. നമുക്കറിയാം വീക്ക് ബോസോണിന്റെ കേസിൽ ഇതിന്റെ മാസ് എന്ന് പറയുന്നത് 90 giga electron volt ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയൊരു ഹൈ എനർജിയിലേക്ക് പോവുകയാണ്. 10⁶ giga electron volt, അതായത് ഇലക്ട്രോണിന്റെ പോസിട്രോണിന്റെ എനർജി വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസസ് 10⁶ giga electron volt എനർജി റേഞ്ചിലാണ് നിങ്ങൾ ഇത് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് പ്രോസസ്സും ആൾമോസ്റ്റ് സിമിലർ ആണ്. ഇത് രണ്ടും ഈക്വലി പോസിബിളുമാണ്. അതായത് നിങ്ങൾ വെരി ഹൈ എനർജിയിലേക്ക് പോകുമ്പോഴേക്കും ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ വീക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫോഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത് തമ്മിൽ പ്രത്യേകിച്ച് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ എളുപ്പമല്ല. അതായത് ഫോട്ടോൺ അല്ലെങ്കിൽ Z0 വെച്ചുകൊണ്ട് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ആണോ വീക്ക് ഫോഴ്സ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹൈ എനർജി ആകുമ്പോഴേക്കും നമുക്ക് ഇതിനെ ഒരു ഇലക്ട്രോ വീക്ക് ഫോഴ്സ് ആയിട്ട് മാത്രമേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ഇതിലേക്ക് ഏത് കൂടി കൊണ്ടുവരാൻ പോവുകയാണ്? ഗ്ലൂവോൺസിന്. കാരണം അടുത്ത നമ്മൾ സ്ട്രോങ് ഫോഴ്സ് പറയുമ്പോഴേക്കും അവിടുത്തെ മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഗ്ലൂവോൺസ് ആണ്. സോ ദി ക്വസ്റ്റ്യൻ ഈസ് ആസ് വി മൂവ് ടു ഹൈ എനർജി പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻ ബിക്കം സിംപ്ലർ ഓർ ഇറ്റ് ബിക്കം മോർ കോംപ്ലക്സ്. നമ്മളിപ്പം ഇലക്ട്രോ വീക്ക് ഫോഴ്സ് പറഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായത് ഹൈ എനർജിയിലേക്ക് പോകുമ്പോഴേക്കും പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻ കുറേ കൂടെ സിംപ്ലർ ആവുകയാണ്. കാരണം രണ്ട് ഫോഴ്സ് അവിടെ നിങ്ങൾ പറയേണ്ടി വരുന്നില്ല, ഒരു സിംഗിൾ ഫോഴ്സിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. So whether such an effect also occurs for gluons, so that the strong interaction also loses its individuality at some high energy and all three interactions will take on a common character. അത് ഇനി നിങ്ങളിപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു 10⁶ giga ഇലക്ട്രോൺ വോൾട്ട് എനർജി റേഞ്ചിലേക്ക് പോയപ്പോഴേക്കും ഇലക്ട്രോ മാഗ്നറ്റിക്കിനെയും വീക്കിനെയും ചേർത്ത് നിങ്ങൾക്ക് ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് പറയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഒരു ഹൈ എനർജിയിലേക്ക് പോകുമ്പോഴേക്കും ഇലക്ട്രോ മാഗ്നറ്റിക്കിനെയും വീക്കിനെയും സ്ട്രോങ്ങിനെയും ചേർത്തുകൊണ്ട് ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയിലേക്ക് പോകാൻ വേണ്ടി ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. If there is a symmetry among the three forces at high enough energy, why do they appear different in the studies we do at the energies available in our accelerator laboratories? അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ വീക്ക് ഫോഴ്സിൽ നമ്മൾ ഇതേ ചോദ്യം നമ്മൾ ചോദിച്ചതാണ്. ഹൈ എനർജിയിൽ ഈ പറയുന്ന പോലെ അതൊരു സിംഗിൾ ഫോഴ്സ് വെച്ച് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഓർഡിനറി എനർജിയിൽ അത് പോസിബിൾ അല്ലാത്തതെന്നുള്ള നമ്മളവിടെ പറഞ്ഞു. ഹൈ എനർജിയിൽ വരുമ്പോൾ മാത്രമേ നമുക്കത് പോസിബിൾ ആകുന്നുള്ളൂ. ലോവർ എനർജിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സിമ്മട്രി ബ്രേക്കിംഗ് ഉണ്ടാകുന്നു. അതിന്റെ ഫലമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന 4 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതിൽ 3 പാർട്ടിക്കിൾ മാസ് അക്വയർ ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ പറയുന്നു
ഹൈ എനർജിയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വീക്കും സ്ട്രോങ്ങും ഒരു സിംഗിൾ ഫോഴ്സ് വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷെ ലോവർ എനർജിയിലേക്ക് വരുമ്പോഴേക്കും ഒരു സിമ്മട്രി ബ്രേക്കിംഗ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഓഫ് സ്പോണ്ടേനിയസ് സിമ്മട്രി ബ്രേക്കിംഗ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ എന്തുകൊണ്ടാണ് ലോവർ എനർജിയിൽ 3 ഫോഴ്സും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. As we move from the unification energy to lower energies, the symmetry of the interactions is spontaneously broken and they appear to us as 3 separate and distinguishable forces. ഇതിൽ ഈ ഒരു കൺസെപ്റ്റ് ഓഫ് സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദി കണ്ടൻസേഷൻ ഓഫ് ഹോട്ട് മാറ്റർ ഇൻ ടു സോളിഡ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം അയൺ എന്ന് പറയുന്നത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലാണ്. പക്ഷെ നിങ്ങൾ ഒരു കളക്ഷൻ ഓഫ് ഗേഷ്യസ് അയൺ ആറ്റംസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് നിങ്ങൾ ഹൈ എനർജിയിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾ സോളിഡ്, ലിക്വിഡ്, അതുപോലെ ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അയൺ ആറ്റംസിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ഇൻട്രാക്ട് റാൻഡംലി. അത് റാൻഡമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതിൽ പ്രത്യേകിച്ച് പ്രിഫേർഡ് ഡയറക്ഷൻ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ജോമെട്രിക്കൽ സിമ്മട്രി ഉണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ലോവർ എനർജിയിലേക്ക് പോവുകയാണ്, ടെമ്പറേച്ചർ അല്പം കൂടി ഡിക്രീസ് ചെയ്ത് നിങ്ങൾ ഇതിനെ അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആസ് വി കൂൾ ദോസ് ആറ്റംസ് ആൻഡ് അലൗ ദം ടു കണ്ടൻസ് ഇൻ ടു സോളിഡ് അയൺ, വാട്ട് ഹാപ്പൻസ്? ദി മാഗ്നറ്റിക് ക്രിസ്റ്റൽസ് വിൽ ഫോം. ഇപ്പോൾ മാഗ്നറ്റിക് ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോഴേക്കും അതിനെന്തുണ്ടാകണം? ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകണം. സോ ഇൻ ദാറ്റ് കേസ് ഈച്ച് ക്രിസ്റ്റൽ ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഓഫ് മാഗ്നറ്റിക് പോൾസ്. അപ്പോൾ നോർത്ത് സൗത്ത് പോൾസ് ഉണ്ടാകുന്നു. ദി കപ്ലിംഗ് ബിറ്റ്വീൻ ആറ്റംസ് ഇൻ ദി ഫെറോ മാഗ്നറ്റിക് സ്റ്റേറ്റ് ഇൻട്രൊഡ്യൂസസ് എ പ്രിഫേർഡ് ഡയറക്ഷൻ ഇൻ സ്പേസ് ആൻഡ് ദി ജോമെട്രിക്കൽ സിമെട്രി ഈസ് സ്പോണ്ടേനിയസ്ലി ബ്രോക്കൺ. അതായത് നിങ്ങളൊരു ഗേഷ്യസ് അയണിനെ നിങ്ങൾ കൂൾ ചെയ്ത് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെയാണോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, അതായത് അതിൻ്റെ ഒരു സിമെട്രി ബ്രേക്ക് ചെയ്ത് എങ്ങനെയാണോ അത്തരത്തിലുള്ള പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത്, ദി സെയിം തിങ് ഹാപ്പൻസ് ഇൻ ദി ഫോർ ദി ഫോഴ്സസ് ആൾസോ. Here the internal dynamics of the system forces a spontaneous breaking of the geometrical symmetry as the system tries to reach the equilibrium state of lowest energy. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഏതിൻ്റെ കേസിലും നമ്മൾ പറയുന്നത് ഫോഴ്സിൻ്റെ കേസിലും പറയുന്നു. വളരെ ഹൈ എനർജി ആകുമ്പോഴേക്കും ഇത് അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് ഹൈ സിമ്മട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ 3 ഫോഴ്സ് അങ്ങനെ സെപ്പറേറ്റ് ഫോഴ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇതിനെ ഒരു സിംഗിൾ ഫോഴ്സ് വെച്ച് നിങ്ങൾക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ലോവർ എനർജിയിലേക്ക് വരുമ്പോഴേക്കും 3ഉം സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആകും. ഒരു സ്പോണ്ടേനിയസ് സിമെട്രി ബ്രേക്കിംഗ് നടക്കുന്നു. If the symmetry of the grand unified interaction is spontaneously broken at our lower energies into strong electromagnetic and weak couplings, at what energy the unification should occur? അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ ഏത് എനർജി വരെ നിങ്ങൾ പോകേണ്ടി വരും? കാരണം നമുക്ക് ഇലക്ട്രോ വീക്ക് തിയറിയുടെ കേസിൽ നമുക്കത് വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഹൈ എനർജി ആക്സിലറേറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ W+/- അല്ലെങ്കിൽ Z0 പാർട്ടിക്കിൾസിൻ്റെയൊക്കെ മാസ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത് നമ്മുടെ തിയറിയുമായിട്ടത് മാച്ചിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളൊരു മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾ ലെറ്റ് ഇറ്റ് ബി സം എക്സ്, അങ്ങനെയാണെങ്കിൽ ആ എക്സിൻ്റെ മാസ് എത്രയായിരിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര എനർജി വരെ പോയാൽ നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റൽ കൺഫർമേഷൻ നമുക്ക് നടത്താൻ പറ്റും, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹൈ എനർജിയിലേക്ക് പോകുന്നതും ഇറ്റ് ഈസ് ഈക്വൽ ടു ഷോർട്ട് ഡിസ്റ്റൻസ്. അതായത് ഹൈ എനർജി പ്രോബ്സ് ആർ ആൾസോ ഷോർട്ട് ഡിസ്റ്റൻസ് പ്രോബ്സ്. സോ ദി ക്വസ്റ്റ്യൻ ഈസ് ഈക്വൽ ടു ദി സ്റ്റഡി ഓഫ് ബേസിക് ഇൻട്രാക്ഷൻ അറ്റ് സ്മോൾ ഡിസ്റ്റൻസസ്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഹൈ എനർജിയിലേക്ക് പോയി ഇത് ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താലും നിങ്ങൾക്ക് ഈ സെയിം ഫിനോമിന നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രഡിക്ഷൻസ് എന്തൊക്കെയാണ്, അതായത് ഈ പറയുന്ന ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയുടെ കേസിലുള്ള പ്രഡിക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഈ ഒരു ബേസിക് ഇൻട്രാക്ഷൻ്റെ കേസിലുള്ള പ്രോപ്പർട്ടീസ് ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പാർട്ടിക്കിൾ ഫിസിക്സ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? സ്ട്രോങ്ങും ഇലക്ട്രോ മാഗ്നറ്റിക്കും അതുപോലെ തന്നെ വീക്ക് ഇൻട്രാക്ഷനുമാണ്. അപ്പോൾ ഇവിടെ സ്ട്രോങ് ഇൻട്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് പാർട്ടിക്കിൾസിൻ്റെ കേസിലാണ്? ക്വാർക്സിൻ്റെ കേസിലാണ് അല്ലേ? ക്വാർക്സ് അല്ലെങ്കിൽ ഹാഡ്രോൺസ് എന്ന് പറയുന്നത് മെസോൺസ് പ്ലസ് ബാരിയോൺസ് ആണ്. അപ്പോൾ മെസോൺസിനും ക്വാർക്ക് ആൻറ്റി ക്വാർക്ക് കോമ്പിനേഷനാണ്. ബാരിയോൺസ് എന്ന് പറയുന്നത് 3 ക്വാർക്ക് കോമ്പിനേഷനാണ്. ഇവയും മെസോൺസിനെയും ബാരിയോൺസിനോട് ചേർത്തിട്ടാണ് നമ്മൾ ഹാഡ്രോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹാഡ്രോൺസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ക്വാർക്സിൻ്റെ കേസിലാണ് നമ്മൾ സ്ട്രോങ് ഇൻട്രാക്ഷൻ പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ കേസിലാണ്. ഇതുപോലെ തന്നെ വീക്ക് ഫോഴ്സ് പറയുമ്പോഴേക്കും നമുക്കറിയാം, നിങ്ങൾക്ക് ഇതിൽ ക്വാർക്സ് അല്ലെങ്കിൽ ലെപ്രോൺസ് ഒക്കെ വീക്ക് ഇൻട്രാക്ഷൻ്റെ കേസിൽ വരുന്നതാണ്. മ്യൂണിൻ്റെ കേസിലോ അല്ലെങ്കിൽ നിങ്ങളൊരു
ബീറ്റ ഡി കെ ഒക്കെ പറയുമ്പോഴേക്കും നമ്മളതിനെ ക്വാർക്ക് കണ്ടന്റ് വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ന്യൂട്രോൺ കൺവേർട്ട് ചെയ്ത് പ്രോട്ടോൺ ആകുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ന്യൂട്രോൺ എന്ന് പറയുന്നത് ഒരു അപ്പ് ക്വാർക്കിൻ്റെയും ഡൗൺ ക്വാർക്കിൻ്റെയും കോമ്പിനേഷനാണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ രണ്ട് അപ്പ് ക്വാർക്കിൻ്റെയും ഒരു ഡൗൺ ക്വാർക്കിൻ്റെയും കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രോൺ കൺവേർട്ട് ചെയ്ത് പ്രോട്ടോൺ ആകുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വലൻ ടു ഒരു ഡൗൺ ക്വാർക്ക് കൺവേർട്ട് ചെയ്ത് അപ്പ് ക്വാർക്ക് ആകുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ക്വാർക്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ കേസിലാണ് നമ്മൾ വീക്ക് ഇൻട്രാക്ഷൻ പറയുന്നത്. പിന്നീട് അതുപോലെ നമുക്ക് ഇതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ സ്ട്രോങ് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് കേസിൻ്റെ സ്ട്രെങ്ത് 10⁻²2 ആണ്. വീക്ക് ഫോഴ്സിൻ്റെ കേസിൽ ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക്കും അതുപോലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സൊക്കെ ഇൻഫൈൻ റേഞ്ചുള്ള പാർട്ടിക്കിളാണ്. വീക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടികൾ വളരെ ഹെവി മാസ് പാർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം വളരെ ചെറിയൊരു ടൈമിലേക്ക് മാത്രമേ എക്സ്ചേഞ്ച് പോസിബിൾ ആയിട്ടുള്ള എനർജി വയലേറ്റ് ചെയ്യും അല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 10⁻18 മീറ്റർ ആണ്. ഈ സ്ട്രോങ് ഫോഴ്സ് വരുമ്പോഴേക്കും നമ്മളൊരു ഫെംറ്റോമീറ്റർ ഓർഡറിലാണ് നമ്മൾ ഈ ഒരു സ്ട്രോങ് ഫോഴ്സ് പറയുന്നത്. അതായത് ഒരു 10⁻15 മീറ്റർ, അതായത് ഒരു 1 ഫെംറ്റോമീറ്റർ ഓർഡറിലാണ് നമ്മൾ സ്ട്രോങ് ഫോഴ്സിൻ്റെ കേസിലുള്ള റേഞ്ച് പറയും. അതിലൂടെ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾസ് സ്ട്രോങ് ഫോഴ്സ് ആണെങ്കിൽ ഗ്ലൂവോൺസ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണെങ്കിൽ ഫോട്ടോൺസ് ആണ്, അതുപോലെ തന്നെ വീക്ക് ഫോഴ്സ് ആണെങ്കിൽ ഇത് W+or- അല്ലെങ്കിൽ Z0 പാർട്ടിക്കിളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോഴേക്കും ഈ ഫോഴ്സിൻ്റെയൊക്കെ സ്ട്രെങ്ത് എങ്ങനെ വേരി ചെയ്യുന്നതാണ്. കാരണം വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോഴേക്കും ഇത് മൂന്നും ഒരു നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിമട്രി നിങ്ങൾക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് മൂന്ന് ഫോഴ്സായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കാര്യം വരില്ല. ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ദി ഫസ്റ്റ് വൺ ഈസ് നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസിലുള്ള വേരിയേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു, സ്ട്രോങ് ഫോഴ്സിൻ്റെ കേസിലുള്ള വേരിയേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ വീക്ക് ഫോഴ്സിൻ്റെ കേസിലുള്ള വേരിയേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ആക്ച്വലി ദി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ increases its strength as we go to higher energy. ഹയർ എനർജിയിലേക്ക് പോകുമ്പോഴേക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ്റെ കേസിൽ അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് ചാർജിൻ്റെ കേസിലുള്ള ഇൻട്രാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു നെഗറ്റീവ് ചാർജ് ഇവിടെ വരച്ച് വെക്കുന്നു. ഓക്കെ, വാക്കും ആയിക്കോട്ടെ, അതിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ പറഞ്ഞ് ഈ ഒരു ചാർജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾ എന്തിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്? ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അവിടെ മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് ഫോട്ടോൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പാർട്ടിക്കിൾ ചാർജ് പാർട്ടിക്കിൾ ആയിക്കോട്ടെ, അത് ഏതിനെ എമിറ്റ് ചെയ്യും? ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യും. ഇപ്പോൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോൺസ് എന്ന് പറയുന്നത് വിർച്വലായിട്ടുള്ള ഇലക്ട്രോൺ പോസിട്രോൺ പെയറുകളെ ക്രിയേറ്റ് ചെയ്യാം. കാരണം നമ്മൾ പറഞ്ഞു പോസിട്രോണും ഇലക്ട്രോണും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്? ഫോട്ടോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോൺസ് ഏതിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. വിർച്വലായിട്ടുള്ള E+E- പെയറുകളെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസിൽ ഇത് എമിറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോൺ ന്യൂട്രൽ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ എത്ര ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്താലും നിങ്ങളുടെ ഈ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ചാർജിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. കാരണം എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ ഇതിൽ നിന്ന് യാതൊരു ചാർജിനും ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ചാർജിൽ യാതൊരു വേരിയേഷനും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓരോന്നിൻ്റെയും കുറേ വിർച്വലായിട്ടുള്ള E+E- പെയറുകൾ നിങ്ങൾക്ക് വരച്ചു വെക്കാം. സ്വാഭാവികമായിട്ട് നിങ്ങൾ അങ്ങനെ വരയ്ക്കുമ്പോഴേക്കും ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന് വരുന്നത് ഏതായിരിക്കും? പോസിറ്റീവ് സ്ട്രെങ്ത് ഉള്ള E+ ആയിരിക്കും ഇതിനോട് ചേർന്ന് വരുന്നത്. കാരണം ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെയും ഇതുപോലെ തന്നെ ഒരു E-E+ പെയർ നിങ്ങൾക്ക് വരച്ചു വെക്കാം. ഇവിടെയും നിങ്ങൾക്ക് ഒരു E-E+ പെയർ വരച്ചു വെക്കാം. ഇവിടെ ഒരു E+E- പെയർ വരച്ചു വെക്കാം. ഇവിടെയും ഒരു E+E- പെയർ വരയ്ക്കാം. അതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണം ആണെങ്കിലും ഇതിന് ചുറ്റും വരച്ചു വെക്കാം. കാരണം ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത് ഇതിനെ ക്രിയേറ്റ് ചെയ്യാം. വിർച്വലായിട്ടുള്ള E+E- പെയറുകളെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിന് ചുറ്റും ഈ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ചുറ്റും സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. വിർച്വലായിട്ടുള്ള ഇലക്ട്രോൺ പോസിട്രോൺ പെയറുകളുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കുറേ വിർച്വലായിട്ടുള്ള ഇലക്ട്രോൺ പോസിട്രോൺ പെയറുകളാണ്.
അപ്പോൾ ഇപ്പം നമ്മൾ സാധാരണ കേസിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും നമ്മൾ സാധാരണ പറയുന്ന ഡിസ്റ്റൻസ്, നിങ്ങളൊരു ഹൈ ഡിസ്റ്റൻസിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചാർജ് എത്രയാണെന്ന് നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഏരിയയിലുള്ള മൊത്തം ചാർജ് എത്രയാണോ അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്ന ചാർജ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കി, ഇതിൽ E + E- എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജ് 0 ആണ്. ഈ വരച്ചു വെച്ചിരിക്കുന്നതിൻ്റെ എല്ലാം ചാർജ് 0 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു if you are observing this particular electric field from a very large distance, actually you are observing a single charge, അല്ലേ? ഈ ഒരു ഞാനിപ്പോൾ ഇതിനെ ഇലക്ട്രോൺ ആയിട്ട് കൺസിഡർ ചെയ്തെങ്കിൽ ഈ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു മൈനസ് ചാർജ് E- എന്ന് പറയുന്ന ഒരു ചാർജ് മാത്രമേ നിങ്ങളോട് ഒബ്സർവ് ചെയ്യുന്നുള്ളൂ ലാർജ് ഡിസ്റ്റൻസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴേക്കും. കാരണം നമ്മൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആവറേജ് വാല്യൂ ആയിരിക്കും നമ്മൾ വെരി ലാർജ് ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് ആൽഫ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നു? E²/4πε0 H×E ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിലുള്ളൊരു സ്ട്രെങ്ത് പാരാമീറ്റർ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി നിങ്ങൾ പക്ഷേ നമ്മളിത് വെരി ലാർജ് ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. നിങ്ങൾ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് വരുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് നോക്കി. ഇപ്പം വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളിത് വളരെ അടുത്തേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴേക്കും നിങ്ങൾ നോക്കി, ശരിക്കും പറഞ്ഞാൽ ഇതിനെ സറൗണ്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾ നോക്കിയറിയാൻ പറ്റും E- സറൗണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരുപാട് E+ ചാർജുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴേക്കും നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഒരു ഇലക്ട്രോൺ ആണ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ ആണ്, ഒരു പ്രോട്ടോൺ ഇലക്ട്രോൺ ഇന്ററാക്ഷൻ ആണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതൊരു പ്രോട്ടോൺ ആണ്, ഇതെന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണുമാണ്. അപ്പോൾ ഹൈ ഡിസ്റ്റൻസിൽ നോക്കുമ്പോഴേക്കും നിങ്ങൾ ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ ആവറേജ് ചാർജ് ആണ്, അത് E- ആണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ആണ് നിങ്ങളൊരു സ്ട്രെങ്ത് ഡിഫൈൻ ചെയ്തു ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് വെച്ച്. പക്ഷെ നിങ്ങൾ വളരെ അടുത്ത ഡിസ്റ്റൻസ്, ഒരു ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ നോക്കി, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരുമ്പോഴേക്കും ഈ ഇലക്ട്രോണിനെ മാസ്ക് ചെയ്തുകൊണ്ട് ഒരുപാട് പോസിട്രോൺസ് ഉണ്ട്, ആ പോസിട്രോണിനൊരു ചാർജും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോട്ടോൺ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഇത് ഒബ്സർവ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അതായത് വെരി ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ യൂണിറ്റ് ചാർജ് കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരികയാണ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വരികയാണെങ്കിൽ വെരി ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു, ആ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫയുടെ വാല്യൂ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ അപ്പോൾ നിങ്ങൾ വെരി ഷോർട്ട് ഡിസ്റ്റൻസിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഇൻക്രീസ്. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ കേസിൽ ഇവിടെ മീഡിയേറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾ എന്താണ്? സ്ട്രോങ് ഫോഴ്സ് ആകുമ്പോഴേക്കും നമ്മുടെ മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് ഗ്ലൂവോൺസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വാർക്ക് ഡൈനാമിക്സ് പറഞ്ഞപ്പോൾ തന്നെ ഇത് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങളൊരു ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു ചാർജിൻ്റെ പാർട്ടിക്കിളാണ്. ഇതിൽ നിന്ന് നിങ്ങൾ എത്ര ഫോട്ടോണിനെ എമിറ്റ് ചെയ്താലും ഇതിൻ്റെ ചാർജിന് വ്യത്യാസമൊന്നുമില്ല. കാരണം ഫോട്ടോൺ എന്ന് പറയുന്നത് ന്യൂട്രൽ പാർട്ടിക്കിളാണ്. പക്ഷേ ഇതുപോലല്ല നമ്മൾ ക്വാർക്കിലേക്ക് വരുമ്പോഴേക്കും. നമ്മൾ പറഞ്ഞു ക്വാർക്സിൻ്റെ കേസിൽ ഓരോ ക്വാർക്കിനും ഒരു പർട്ടിക്കുലർ കളർ ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഇതൊരു റെഡ് ക്വാർക്ക് ആണെങ്കിൽ ഇത് ഒരു ഗ്ലൂവോണെ എമിറ്റ് ചെയ്യുമ്പോഴേക്കും ഗ്ലൂവോൺ ഒരു ചാർജ് ഉണ്ട്, കളർ ചാർജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എമിറ്റ് ചെയ്യപ്പെടുന്ന ഗ്ലൂവോണെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വാർക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു അപ്പ് ക്വാർക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് ലെറ്റ് ഇറ്റ്സ് കളർ ബി റെഡ്, ഒരു റെഡ് കളറുള്ള ഒരു അപ്പ് ക്വാർക്ക്. അപ്പം ഞാൻ റെഡ് കളറുള്ള ഒരു അപ്പ് ക്വാർക്ക് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റെഡ് ക്വാർക്ക് നമ്മൾ നേരത്തെ ഒരു ഇലക്ട്രോൺ വരച്ചിട്ട് നമ്മളത് ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്ന പോലെ ഈ റെഡ് കളറിലുള്ള അപ്പ് ക്വാർക്ക് ഏതിനെ എമിറ്റ് ചെയ്യും? ഇത് ഗ്ലൂവോൺസിനെ എമിറ്റ് ചെയ്യും. ഇത് ഒരുപാട് ഗ്ലൂവോൺസിനെ എമിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഫോട്ടോണിനെ എമിറ്റ് ചെയ്താൽ അതിൻ്റെ കളറിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരു അപ്പ് ക്വാർക്ക് അതിൽ നിന്നൊരു ഗ്ലൂവോണെ എമിറ്റ് ചെയ്താൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കേസ് ഫോർ എക്സാമ്പിൾ യു ആർ, ഇത് എമിറ്റ് ചെയ്യുന്ന ഗ്ലൂവോണിൻ്റെ കളർ ഞാൻ RB' ആയിട്ട് എടുത്തു. നമുക്കറിയാം there are 8 types of gluons. അപ്പോൾ ഓരോന്നിനും പലതരത്തിലുള്ള കളർ ചാർജ് പോസിബിൾ ആണ്. അപ്പോൾ RB' എന്ന് പറയുന്ന ഒരു ഗ്ലൂവോൺ ആണ്. എൻ്റെ എമിറ്റ് ചെയ്ത ഗ്ലൂവോണിൻ്റെ കളർ RB' ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങളപ്പോൾ ഒരു റെഡ് കളറുള്ള ക്വാർക്കിൽ നിന്ന് റെഡ് കളർ എമിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ്നെസ് പോയി. B' എമിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആറിനെ എങ്ങനെ കൺസിഡർ ചെയ്യാം? R = RB' ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു RB' എമിറ്റ് ചെയ്താൽ പിന്നുള്ളത് എന്തായിരിക്കും? ആറും B' പോയാൽ പിന്നുള്ള B ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപ്പ് ക്വാർക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതാകും, ബ്ലൂ കളറാകും. അതല്ല നിങ്ങളൊരു റെഡ് കളർ അപ്പ് ക്വാർക്കിൽ നിന്ന്
നിങ്ങൾ എമിറ്റ് ചെയ്യുന്നത് RG ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കളർ എന്തായിരിക്കും? അക്വാർക്കിൻ്റെ കളർ എന്നാൽ ഗ്രീൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങളപ്പം ഞാനൊരു ഫിഗർ വരയ്ക്കുമ്പോഴേക്കും നിങ്ങൾ നോട്ടീസ് ചെയ്യുക, ഞാൻ ഇവിടെ സെൻറ്ററിലൊരു അക്വാർക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് റെഡ് കളറുള്ള അക്വാർക്കായിരുന്നു. അപ്പോൾ ഇത് ഗ്ലൂവോൺസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഗ്ലൂവോൺസിനെ എമിറ്റ് ചെയ്യാൻ ഞാൻ തൽക്കാലം 3 വരച്ച് വെക്കുന്നുള്ളൂ. പക്ഷേ ഈ ഗ്ലൂവോണിനെ ഞാനിപ്പോൾ ഈ ഒരു കേസാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് RB എന്നുള്ള കളറുള്ള പിന്നെ ഗ്ലൂവോണിനെയാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഈ ഒരു ഗ്ലൂവോണിൻ്റെ കളർ ഞാൻ RB ആയിട്ട് വരയ്ക്കുന്നു. RB ആണെങ്കിൽ പിന്നെ ഈ അക്വാർക്കിൻ്റെ ചാർജ് അപ്പോൾ എന്തായി? ഇതിൻ്റെ കളർ മാറി എന്താകും? ബ്ലൂ കളറാകും അല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഗ്ലൂവോൺ RB എമിറ്റ് ചെയ്താൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഏതിലേക്ക് മാറുന്നു? ബ്ലൂ കളറിലേക്ക് മാറുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വരച്ച് RB ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത്, നമ്മൾ നേരത്തെ ഇലക്ട്രോൺസിൻ്റെ കേസിൽ പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പിന്നെ ഗ്ലൂവോൺസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കുറേ ഗ്ലൂവോൺസ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം വരച്ചു വെക്കാൻ കഴിയും. ഇതെല്ലാം നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വരച്ച് ചെയ്യാം? ഇവിടെ എല്ലാം ഒരു RB ആണ് എമിറ്റ് ചെയ്യുന്നത്. RB ഇത് RB. ഇവിടെ ഞാനൊരു RB കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ കളർ അപ്പോൾ എന്തായി? ബ്ലൂ കളറായി. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ ഒരു ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന ഈ സ്ഫിയറിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഞാൻ ഇവിടെ നിന്നാണ് ഞാനിത് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ചാർജ് എന്താണ്? ഈ അക്വാർക്കിൻ്റെ ചാർജ് എന്താണ്? ഈ അക്വാർക്കിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ റെഡ് ചാർജ് തന്നെയാണ്. കാരണം നമ്മൾ ഈ എമിറ്റ് ചെയ്തേക്കുന്ന ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ RB പ്ലസ് B എന്ന് പറഞ്ഞാൽ എന്താണ് കളർ? RB പ്ലസ് B എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു റെഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴേക്കും ഞാൻ ശരിക്കും ഇതിനെ ഒബ്സർവ് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഒരു UR ആയിട്ട് തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇനി ഇതിനകത്തേക്ക് പോകുമ്പോഴേക്കും ഇതിൻ്റെ റെഡ് കളർ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ നിങ്ങളൊരു 3 ഡയമെൻഷണൽ കേസാണ് കൺസിഡർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു സ്പിയർ ആയിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്പെറിക്കൽ ഷേപ്പിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുവാണ് ഇതിൻ്റെ റെഡ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ളൊരു പോയിന്റിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോഴേക്കും ശരിക്കും നിങ്ങൾ ഇതിനകത്ത് മൊത്തം ഇത് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഇത്രയും നിങ്ങൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഇനി ഇത്രയും ഉള്ള റെഡ്നെസ്സേ നിങ്ങൾ ആ ഒരു എഫക്റ്റേ നിങ്ങൾ ഫീൽ ചെയ്യുന്നുള്ളൂ. അതായത് നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് പോകും തോറും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എഫക്റ്റീവായിട്ടുള്ള റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സ്ട്രോങ് ഫോഴ്സിൻ്റെ കേസിൽ അതിൻ്റെ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഏതും പറയാൻ കഴിയും. വീക്ക് ഇൻട്രാക്ഷൻ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ വീക്ക് ഇൻട്രാക്ഷൻ്റെ കേസിൽ ഇവിടെ പ്രത്യേകത, ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾ W ± Z0 പാർട്ടിക്കിളാണ്. അതായത് ഇതിപ്പോൾ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇതിൽ നിന്ന് W- എമിറ്റ് ചെയ്യാം, മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾ. അതുപോലെ തന്നെ ഇതിനെ എമിറ്റ് ചെയ്യാം, Z0 എമിറ്റ് ചെയ്യാം. ഇവിടെ 2 ഓപ്ഷനുണ്ട്. അപ്പം നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പറഞ്ഞപ്പോഴേക്കും അവിടെ ഏതിനെ മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളൂ? ഫോട്ടോണിനെ മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളൂ. സ്ട്രോങ് ഫോഴ്സ് പറയുമ്പോഴേക്കും 8 ടൈപ്സ് ഓഫ് ഗ്ലൂവോൺസിനെയാണ് എമിറ്റ് ചെയ്തത്. ഇനി നിങ്ങൾ വീക്ക് ഫോഴ്സിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ 3 മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിനെ വേണമെങ്കിലും എമിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇത് ഇലക്ട്രോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതിനെയൊക്കെ എമിറ്റ് ചെയ്യാം? W- എമിറ്റ് ചെയ്യാം, Z0 എമിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പർട്ടിക്കുലർ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളിപ്പോൾ ഇത് ഒരു W എമിറ്റ് ചെയ്താലും, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ W- എമിറ്റ് ചെയ്യുന്നു. W- എമിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ റിയാക്ഷൻ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. W- എമിറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂസ് എന്താണെന്നുള്ളത്. അപ്പം W+ അല്ലെങ്കിൽ Z0 എന്തിനെങ്കിലൊക്കെ എമിറ്റ് ചെയ്യും, W+ അല്ലെങ്കിൽ Z0 എമിറ്റ് ചെയ്യുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഒരു പ്രത്യേകത, Z0 എമിറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, ചാർജ് ഇല്ല. പക്ഷേ W എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മിക്സിംഗ് സ്റ്റേറ്റ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ സ്ട്രോങ് ഫോഴ്സ് പറഞ്ഞപ്പോഴേക്കും അതിൻ്റെ എമിറ്റ് ചെയ്ത എല്ലാം ചാർജ്ഡ് കളർ ചാർജ് ആയിരുന്നു.
അതുകൊണ്ടാണ് അത് വളരെ അതിനൊരു ഡിക്രീസ് ഉണ്ടായത്. പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും ചാർജ്ഡ് പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാം, ന്യൂട്രൽ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും നിങ്ങൾ ഈ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം. പക്ഷേ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രത്യേകത, നിങ്ങൾ സ്ട്രോങ് ഫോഴ്സിൻ്റെ കേസിൽ ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ അത്രയും ഡിക്രീസ് ചെയ്യണം നിർബന്ധമില്ല. കാര്യം എന്താ, സ്ട്രോങ് ഫോഴ്സിൻ്റെ കേസിൽ നിങ്ങൾ എമിറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിളും കളർ ചാർജുള്ള പാർട്ടികളായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും കളർ ചാർജുള്ള പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാം, ന്യൂട്രൽ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ ഫോഴ്സിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സ്ട്രോങ് ഫോഴ്സിൻ്റെ അത്ര സ്റ്റീപ്പായിട്ടുള്ളൊരു വേരിയേഷൻ നിങ്ങൾക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. വീക്ക് ഫോഴ്സിൻ്റെ കേസിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് വീക്ക് ഇൻട്രാക്ഷൻ ഓൾസോ ഇറ്റ് ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസസ്. ഇതാണ് നമ്മളുടെ 3 ഫോഴ്സിൻ്റെയും കേസിലുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് വരുമ്പോഴേക്കും ഈ 3 ഫോഴ്സുകൾ എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫിഗറാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി പ്രകാരം നമ്മളുടെ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോഴേക്കും സ്ട്രോങ് ഫോഴ്സ് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ സ്ട്രെങ്ത്, വീക്ക് ഫോഴ്സിൻ്റെ സ്ട്രെങ്തും ഡിക്രീസ് ചെയ്യും. പക്ഷേ അത് ഇതിൻ്റെ അത്രയും ഉണ്ടാവില്ല, സ്ട്രോങ്ങിനെ പോലെ ഡിക്രീസ് ചെയ്യില്ല. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക്കിൻ്റെ കേസിൽ ഇത് ഇൻക്രീസ് ചെയ്യുകയാണ്. അതാണ് നിങ്ങൾ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോഴേക്കും ഇതിനൊരു പോസിറ്റീവ് സ്ലോപ്പ് ഉണ്ട്, ഇത് കണ്ടും അതിൻ്റെ സ്ലോപ്പ് ഡിക്രീസ് ചെയ്ത് വരുവാണ്. ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, ഇത് സ്ട്രെങ്ത് ഓഫ് ഇൻട്രാക്ഷൻ ആണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇവിടെ ഡബിൾ ആക്സസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒന്ന് എനർജിയുടെ ടൈമിലും എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്റ്റൻസിൻ്റെ ടൈംസിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയുടെ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഏത് ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ എത്ര എനർജിയിലാണ് ഇത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ദാറ്റ് ദി ഇൻക്രീസ് ഇൻ ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്ട്രെങ്ത് and the decrease in strong and weak strength bring the 3 interaction together on a distance scale of about 10 raised to minus 31 meter. അല്ല, നിങ്ങൾ ഫെംറ്റോമീറ്ററിലാണ് പറയുന്നതെങ്കിൽ equal to 10 raised to minus 16 femtometer. And if at this distances the interactions are carried by an exchanged particle X. നോക്കി, നമ്മളിവിടെ പുതിയൊരു എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ പറയുകയാണ്, എക്സ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ. കാരണം 3 ഫോഴ്സും സെയിം ആണെങ്കിൽ നമ്മൾ പറയുന്ന എക്സ്ചേഞ്ചിങ് പാർട്ടിക്കിൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ റേഞ്ച് അപ്പോൾ എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞത് 10 raised to minus 31 മീറ്റർ വരുമ്പോഴാണ് നമ്മളിത് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നമ്മൾ നേരത്തെ സ്ട്രോങ്ങും ഇലക്ട്രോ മാഗ്നറ്റിക്കൊക്കെ പറഞ്ഞപ്പോഴേക്കും സ്ട്രോങ്ങിൻ്റെ കേസിൽ അതിൻ്റെ റേഞ്ച് നമ്മൾ 10 raised to minus 15 പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾ പക്ഷേ എവിടെ വരെ നിങ്ങൾക്കിത് ഈ ഒരു ഏത് പോയിന്റിൽ എത്തിയാൽ മാത്രമേ ഇത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. 10 raised to minus 31 മീറ്ററിലെത്തണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 raised to minus 15 മീറ്റർ ആയിരുന്നു സ്ട്രോങ് ഫോഴ്സിൻ്റെ കേസിലുള്ള റേഞ്ച്. അതുപോലെ തന്നെ വീക്ക് ഫോഴ്സിൻ്റെ റേഞ്ച് 10 raised to minus 18 മീറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കമ്പൈൻ ചെയ്ത് നിങ്ങൾ പറയുന്നത് ഈ ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറം പറയുകയാണെങ്കിൽ ഈ ഫോഴ്സിൻ്റെ റേഞ്ച് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 10 raised to minus 31 മീറ്റർ. അത്രയും ചെറിയൊരു ഡിസ്റ്റൻസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ഫോഴ്സും ഈക്വൽ ആയിരിക്കും. അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് ആയിട്ട് എടുക്കാം. അതല്ല, നിങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയുടെ ടേംസിലേക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സം 10 raised to 15 giga electron volt ആണ്. ഇറ്റ് മീൻസ് we expect to see evidence of this unification at an energy of 10 raised to 15 giga electron volt. ഇപ്പോൾ 10 raised to 15 giga electron volt എന്ന് പറയുന്നത് വെരി ഹൈ എനർജിയാണ്. ഇപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾ ആക്സിലറേറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇനി നമുക്ക് ഈ ഒരു ഇത്രയും ഹൈ എനർജിയിലേക്ക് പോകുക പോസിബിൾ അല്ല. 10 raised to 15 giga electron എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഹ്യൂജ് വാല്യൂ ആണ് എനർജിയുടെ. അപ്പോൾ അത്തരത്തിലൊരു പാർട്ടിക്കിൾ ആക്സിലേറ്റർ ഡിസൈൻ ചെയ്യുന്നുള്ളത് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് നിലവിലെ നമ്മുടെ കറണ്ട് ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയുടെ കേസിൽ നമുക്കിതിനെ കൺഫേം ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ ഇവിടെയും ചില ഒബ്സർവബിൾ ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട് ഈ ഗ്രാൻഡ് യൂണിഫൈഡ് തിയറീസിൽ. The first one is they enable the calculation of the mixing amplitude in the electro-weak interaction. അപ്പോൾ ഇലക്ട്രോ-വീക്ക് ഇൻട്രാക്ഷൻ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതാണ് ഇലക്ട്രോ-വീക്ക് ഇൻട്രാക്ഷൻ. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി വെച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രോ-വീക്ക് ഇൻട്രാക്ഷൻ്റെ കേസിലുള്ള മിക്സിംഗ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആ തിയററ്റിക്കൽ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ സം 0.22 ആണ്, sin square theta w വാല്യൂ. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഗുഡ് അഗ്രിമെൻറ്റ് വിത്ത് ദി മെഷേർഡ് വാല്യൂ ഒബ്റ്റെയിൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞാണ്, നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന വാല്യൂ ഏതാണ്ട് ഇതിനടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രഡിക്ഷൻ കറക്റ്റാണ്. ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയുടെ ഈ ഒരു പർട്ടിക്കുലർ പ്രഡിക്ഷൻ ഓക്കെയാണ്. അടുത്ത ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ദി GUTs can also calculate the mass relationship within a generation. For example,
The ratio of masses of the top lepton and the bottom quark has been calculated to be about 1:3. ഗ്രാൻ യൂണിഫൈഡ് തിയറി വരുമ്പോഴേക്കും നമ്മൾ ഇനിയിപ്പം ലെപ്റ്റോൺസിനെയും ക്വാർക്സിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളിവിടെ 3 ജനറേഷൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഗ്രാൻ യൂണിഫൈഡ് തിയറി വെച്ചിട്ട് നിങ്ങൾ ഒരു ലെപ്റ്റോണിൻ്റെ ഒരു ജനറേഷനിലെ ഒരു പാർട്ടിക്കിളും കറസ്പോണ്ടിങ് ആണ് ഇവിടെ വരുന്ന പാർട്ടിക്കിളും തമ്മിലുള്ള മാസിൻ്റെ കേസിൽ ഇവ തമ്മിലുള്ള മാസ് റേഷ്യോ എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഒരു ബോട്ടം കോർക്കിൻ്റെ കേസിൽ ഇതിൻ്റെ ഒരു മാസ് ആൾമോസ്റ്റ് 4.7 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അത് റെസ്റ്റ് മാസ് അല്ല നമ്മൾ പറഞ്ഞത്, ഒരു കോൺസ്റ്റന്റ് മാസ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഈസ് അറൌണ്ട് 4.7 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പം നമ്മളിത് ഫസ്റ്റ് ഇലക്ട്രോണും പിന്നീട് നമ്മൾ പറഞ്ഞ മ്യൂൺ ഫാമിലി അടുത്ത ടോപ്പ് ഫാമിലിയാണ്. ഇവിടെ വരുമ്പോഴേക്കും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്കൊരു അപ്പ് ഡൗൺ കോർക്ക് വരുന്നു, അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം കോർക്ക് വരും, അതുപോലെ തന്നെ ഇവിടെ ചാംസ് റേഞ്ച് വരും, അതുപോലെ തന്നെ ടോപ്പ് ബോട്ടം വരും. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് ഈ 2 ജനറേഷനിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മാസിൻ്റെ റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ടോ ഇലക്ട്രോണിൻ്റെ മാസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാസ് ഇറ്റ് ഈസ് അറൌണ്ട് 1.7 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ നമ്മൾ ഈ GUT വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവയുടെ മാസ് റേഷ്യോ പറഞ്ഞാൽ 1:3 ആണ്. നിങ്ങൾ നോക്കിയറിയാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റ് ഈസ് 1.6 അറൌണ്ട് 4.8, അതായത് ഒരു 3 ടൈംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആൾമോസ്റ്റ് ഒരു ഗുഡ് അഗ്രിമെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 2 പ്രൊഡിക്ഷൻസും ഓക്കെയാണ്. GUTയുടെ കേസിൽ GUT തിയറി വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോ വീക്ക് ഇൻട്രാക്ഷൻ്റെ മിക്സിംഗ് ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ 2 ജനറേഷൻ്റെ കേസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മാസിൻ്റെ റേഷ്യോ എടുക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് ആൾമോസ്റ്റ് പിന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത റിസൾട്ടുകൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് ദി മോസ്റ്റ് ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ ഓഫ് ദി GUTs on an energy scale of 10⁻15 giga electron volt, leptons and quarks become equivalent. അപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ക്വാർക്സിനെയും ലെപ്റ്റോൺസിനെയും നമ്മൾ 2 സെപ്പറേറ്റ് ഫാമിലി ആയിട്ടാണ് പറഞ്ഞത്. കാരണം നമ്മൾ പറഞ്ഞു ലെപ്റ്റോൺസ് പറഞ്ഞപ്പോഴേക്കും അതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള മെമ്പറാണ് ഇലക്ട്രോൺ. ടോപ്പ് പാർട്ടിക്കിളും മ്യൂണും ഒക്കെ ഡീകേ ചെയ്ത് ഇലക്ട്രോണിലേക്ക് വരാം. ബാരിയോൺ പറഞ്ഞപ്പോഴേക്കും നമ്മളവിടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മെമ്പറേ ഉണ്ടായിരുന്നുള്ളൂ, ഏതാ പ്രോട്ടോൺ ആണ്. അതിൽ അതേസമയം ന്യൂട്രോൺ ആണെങ്കിൽ ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ് അത് ഡീകേ ചെയ്യും. പക്ഷെ ഒരിക്കലും നമ്മൾ ബാരിയോൺ നമ്പർ കൺസർവേഷൻ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ലെപ്റ്റോൺ നമ്പർ കൺസർവേഷൻ പറഞ്ഞ് ഓർമ്മയുണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ 2 കൺസർവേഷൻ നമ്മൾ പറയുമ്പോൾ തന്നെ ഒരിക്കലും ഒരു ലെപ്റ്റോൺ ഡീകേ ചെയ്ത്, അതായത് ഒരു പ്രോട്ടോൺ ഡീകേ ചെയ്ത് എങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. റൈറ്റ് സൈഡിൽ പ്രോട്ടോൺ അല്ലാത്ത 2 ഒരു ലെപ്റ്റോണോ അല്ലെങ്കിൽ ഒരു മെസോൺ, ഒരു ലെപ്റ്റോണിലോട്ടോ മെസോൺസിലോട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഏത് വയലേറ്റ് ചെയ്യും, ബാരിയോൺ നമ്പർ കൺസർവേഷൻ വയലേറ്റ് ചെയ്യും. പക്ഷേ നിങ്ങളിവിടെ ഗ്രാൻ യൂണിഫൈഡ് തിയറിയിൽ ഇലക്ട്രോ വീക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും വീക്ക് ഫോഴ്സും സ്ട്രോങ് ഫോഴ്സും കമ്പൈൻ ചെയ്തൊരു സിംഗിൾ ഫോഴ്സിലേക്ക് വരുമ്പോഴേക്കും അത്തരത്തിലുള്ള കൺവേർഷൻസ്, അതായത് ലെപ്റ്റോൺസും ക്വാർക്സും ഇക്വലൻ്റ് ആകുന്നു. അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെ കേസിൽ ഒരു പ്രോട്ടോൺ ഡീകേ ചെയ്തൊരു ലെപ്റ്റോൺ ഫാമിലിയിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അത് പോസിബിൾ ആണ് ഈ ഒരു ഗ്രാൻ യൂണിഫൈഡ് തിയറി പ്രകാരം. അതായത് ഒരു പ്രോട്ടോൺ ഡീകേ ചെയ്ത് വേണമെങ്കിൽ ലെപ്റ്റോൺ, ഇത് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു ഇ പ്ലസും ഒരു π0 ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇതുവരെ നമ്മൾ പറഞ്ഞത് ബാരിയോൺ നമ്പർ കൺസർവ്ഡ് ആണ്, ലെപ്റ്റോൺ നമ്പർ കൺസർവ്ഡ് ആണ്. നിങ്ങൾ ഈ നമ്പർ ചെക്ക് ചെയ്താലും ഇതിൻ്റെ ബാരിയോൺ നമ്പർ +1 ആണ്, ഇവിടെ റൈറ്റ് സൈഡിലുള്ള 0 ആണ്. ബാരിയോൺ നമ്പർ കൺസർവ്ഡ് അല്ല. ലെപ്റ്റോൺ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെപ്റ്റോൺ നമ്പർ 0, ഇലക്ട്രോണിൻ്റെ കേസിൽ ഇതിനൊരു ലെപ്റ്റോൺ നമ്പർ ഉണ്ട്, ആൻറ്റി പാർട്ടിക്കിൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ലെപ്റ്റോൺ നമ്പറും കൺസർവ്ഡ് അല്ല. അതുകൊണ്ട് ഈ ഒരു ഡീകേ പ്രോസസ് പോസിബിൾ അല്ലെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഗ്രാൻ യൂണിഫൈഡ് തിയറി പ്രകാരം ഹൈ എനർജിയിൽ ഏത് ഡീകേ പോസിബിൾ ആണ്. ഒരു പ്രോട്ടോൺ കൺവേർട്ട് ചെയ്ത് ഇ+ഉം π0 ആകാം. അപ്പോൾ അത്തരത്തിൽ പ്രോട്ടോൺ ഈ 2 ഗ്രാൻ യൂണിഫൈഡ് തിയറിയുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു പ്രോട്ടോൺ ഡീകേ ചെയ്ത് ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകാം. ഒരു പോസിട്രോണിലേക്കുള്ള ഡീകേ പോസിബിൾ ആണ്. കാരണം നമുക്ക് ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാർക്ക് കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെയ്മാൻ ഡയഗ്രം വെച്ചിട്ട് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഒരു അപ്പ് ക്വാർക്ക്, കാരണം ഇവിടെ π0 നിങ്ങൾ യു ബാർ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു യു ആണ്. ഇനി നോക്കി അടുത്ത യു കൺവേർട്ട് ചെയ്ത് എന്താകണം? ഇത് കൺവേർട്ട് ചെയ്തൊരു യു ബാർ ആകണം. അപ്പോൾ യു ബാർ ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ ചാർജ് കൺസർവ്ഡ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾ ഏതാണോ അതിനെ എമിറ്റ് ചെയ്യണം. അതിനെ നമ്മൾ എക്സ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ ഇനി ഈ എമിറ്റ് ചെയ്യുന്ന എക്സിനെ ഇവിടുത്തെ അടുത്ത ക്വാർക്ക് ഏതാണ്? പ്രോട്ടോൺ ആണ്, UUD ആണ്. ഡി ഡൗൺ ക്വാർക്ക് അബ്സർവ് ചെയ്തുകൊണ്ട് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം? ഒരു ആൻറ്റി പാർട്ടിക്കിളാണ്. അപ്പോൾ E+ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫെയ്മാൻ ഡയഗ്രം വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും ഒരു പ്രോട്ടോണിൻ്റെ ഡീകേ. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രോട്ടോണിൻ്റെ ഡീകേ പോസിബിൾ ആണെന്നുള്ളതാണ് ഗ്രാൻ യൂണിഫൈഡ് തിയറിയുടെ അടുത്തൊരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രഡിക്ഷൻസ്.
ബാക്കി പറഞ്ഞ 2 പ്രൊഡിക്ഷൻസും നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതും ഒബ്സർവ് ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു പ്രോട്ടോണിൻ്റെ കേസിലുള്ള ഡീകെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒരു പ്രോട്ടോൺ ഡീകെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ലൈഫ് ടൈം എത്രയാണെന്ന് നോക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു ഡീകെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലൈഫ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയിലൊക്കെ അതിൻ്റെ ഹാഫ് ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എത്ര പാർട്ടിക്കിൾ ഡീകെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ട് ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയുടെ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ട് 10⁻31 years. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ എത്ര കാലം അപ്പോൾ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും? 10⁻31 years കാത്തിരിക്കേണ്ടി വരും. അത്ര എളുപ്പമല്ല നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റൽ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാൻ. അപ്പം പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾ ഒരു പ്രോട്ടോണെയാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ 10⁻31 years കഴിഞ്ഞാൽ മാത്രമേ ഡീകെ ചെയ്തുള്ളൂ. അതല്ല 2 പ്രോട്ടോൺ ഉണ്ടെങ്കിലോ 10⁻31 അത്രയും കാലം കഴിയുമ്പോൾ 2 എണ്ണം ഡീകെ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമ്മൾ പറഞ്ഞു. എ ക്യൂബിക് കണ്ടെയ്നർ ഓഫ് വാട്ടർ 20 meter ഓൺ എ സൈറ്റ് കണ്ടെയ്ൻസ് അബൌട്ട് 3 × 10⁻33 പ്രോട്ടോൺസ്. ഇപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ H2O ആണ്. ഹൈഡ്രജനിലും ഓക്സിജനിലും ഒക്കെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൊഡിക്ഷൻ എടുത്തുമ്പോൾ ഏതാണ്ട് ഒരു 3 × 10⁻33 പ്രോട്ടോൺസ് ആണ് നിങ്ങൾ 20 meter ലെങ്തും ഹൈറ്റും ബ്രെഡ്ത്തും ഒക്കെ ഉള്ള ഒരു കണ്ടെയ്നർ, ഒരു ക്യൂബിക് കണ്ടെയ്നർ നിങ്ങൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനുള്ളത്, അതായത് 3 × 10⁻33 പ്രോട്ടോൺസ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞാൽ 300 × 10⁻31 പ്രോട്ടോൺസ് അല്ലേ? 2 ഡിജിറ്റ് മാറ്റി 300, അതായത് ഇതിൽ 10⁻31 × 300 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വർഷം നിങ്ങൾ ഈ ഒരു ഇതിലെ ഒരു ദിവസം ആൾമോസ്റ്റ് 365 days ആണുള്ളത്. അപ്പോൾ 1-2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളൊരു പ്രോട്ടോൺ ഡീകെ ചെയ്ത് കാണണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പക്ഷേ ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യുന്നു. ഒരു ക്യൂബിക് കണ്ടെയ്നർ, വാട്ടറുള്ള ഒരു ക്യൂബിക് കണ്ടെയ്നർ വെച്ചിട്ട് നമ്മളതിൽ 3 × 10⁻33 പ്രോട്ടോൺസ് ഉണ്ട്. സോ വി ഷുഡ് എക്സ്പെക്ട് ടു സീ അബൌട്ട് 1 ഡീകെ per day if the light time is 10⁻31 years. But till now, no proton decay detected. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വർഷം ഒന്നുകിൽ ഇതിൻ്റെ വാല്യൂ ചെയ്യുന്ന 10⁻31 അല്ല അതിലും കൂടുതലാകാം, 32 33 ആ രീതിയിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ എന്തായാലും അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തിയറി കറക്റ്റ് അല്ല, ഇതിലെന്തെങ്കിലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് നമ്മളുടെ കാൽക്കുലേഷൻസിലോ തിയററ്റിക്കൽ കാൽക്കുലേഷനിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയുടെ കേസിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രോവീക് തിയറി പോലെ സക്സസ്ഫുൾ തിയറി അല്ല. നമുക്കിതിൽ പ്രോട്ടോണിൻ്റെ ഡീകെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെരിമെൻ്റലായിട്ട് കൺഫേം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നമുക്ക് റിസർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇലക്ട്രോവീക് ഫോഴ്സിനെയും സ്ട്രോങ് ഫോഴ്സിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അങ്ങനെയുള്ള പല തിയറീസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാൻഡ് യൂണിഫൈഡ് തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തിയറീസിൻ്റെ പ്രഡിക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്കിത് കൺഫേം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇലക്ട്രോവീക് തിയറി സക്സസ്ഫുൾ ആയതുകൊണ്ട് പോയതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയിലേക്ക് വരാം. എന്തായാലും ഇതുവരെ നമുക്ക് ഈ ഒരു പ്രോട്ടോണിൻ്റെ ഡീകെ ഒബ്സർവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി നമുക്ക് കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയാണ് പാർട്ടിക്കിൾ ഫിസിക്സിൽ നമുക്ക് പറയാനുള്ളത്.